നമസ്കാരം. കിഴക്ക് വെള്ളകീറുന്ന ഒച്ച കേട്ട് പയ്യൻസ് നോക്കുമ്പോൾ പാടശേഖരന്മാർ മലർന്നു കിടക്കുന്നുവെന്ന് എഴുതിയത് ഹാസ്യ സാഹിത്യകാരനായ VKN ആണ്. ഇന്ന് പുലർച്ചെ കിഴക്ക് വെള്ളകീറുന്ന ശബ്ദം കേട്ട് പിണറായി വിജയൻ എഴുന്നേറ്റ് തല പൊക്കി നോക്കുമ്പോൾ അതാ പാർട്ടി ചത്തുമലർന്ന് മേലോട്ട് നോക്കിക്കിടക്കുന്നു. അതിനല്പം വായ്ക്കരിയിട്ട് ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ച് ചിതയിലേക്ക് എടുക്കണം. ആ ചുടലച്ചാരം വാരി നെറ്റിയിലും നെറുകയിലും പൂശി വേണം പിണറായി വിജയൻ അങ്ങ് വടക്കോട്ട് പോകാൻ. ചിത കത്തിത്തീർന്നാലും ഗോവിന്ദൻ അല്പനേരം കൂടി അവിടെ തന്നെ ഇരിക്കട്ടെ. അല്പനേരം കൂടി ചൂട് ബാക്കി നിൽക്കും. അതിനുശേഷം വേണം അസ്ഥി എടുത്ത് കുടത്തിലാക്കി അറബിക്കടലിൽ ഒഴുകാൻ. അമൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ഉത്തരം കൊണ്ട് കേരള ജനത അന്തം കമ്മികളുടെ അണ്ണാക്കിലടിച്ച സുന്ദരമായ ഒരു ദിവസമാണിന്ന്. കേരളത്തിലെ ജനങ്ങൾക്കിപ്പോൾ ശ്രീലമ്പടന്മാരെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ്സുകാർ തദ്ദേശം തൂത്തുവാരിയത്. നോക്കൂ, അവസാന ലാപ്പിലെങ്കിലും പെണ്ണുകേസിൻ്റെ പേരിൽ 10 വോട്ട് നേടാനുള്ള എത്ര മ്ലേച്ഛവും ഹീനവുമായ പ്രവൃത്തിയാണ് അദ്ദേഹം കാണിച്ചത്. പരിശുദ്ധമായ പാർട്ടിയായ CPM-ൽ സ്ത്രീലമ്പടന്മാർ ഇല്ലേയില്ല. 916 പരിശുദ്ധി സൂക്ഷിക്കുന്നവരാണ് അവിടെയുള്ള പുരുഷന്മാർ. വിഭാണ്ടകനെ പോലെ 4 മലകളെ കാവൽ നിർത്തിയാണ് വിജയൻ അവരുടെ ചാരിത്രം കേടുകൂടാതെ സംരക്ഷിക്കുന്നത്. ഇന്ന് ചുവന്ന പ്രഭാതം പൊട്ടിവിരിയുമെന്നും ഇടതു തരംഗത്താൽ കേരളം ചെഞ്ചോര വർണ്ണത്തിൽ ആറാടുമെന്നുമൊക്കെ പ്രതീക്ഷിച്ച കമ്മികൾ ഇപ്പോൾ വിലപിക്കുകയാണ്. കേരളത്തിലെ അതിദാരിദ്ര്യമെല്ലാം ഇല്ലായ്മ ചെയ്തതാണ് പിണറായി കാണിച്ച ഏറ്റവും വലിയ തെറ്റ്. പട്ടിണിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ പാർട്ടി ഉണ്ടാകും സഖാവേ? എല്ലാവൻ്റെയും തൊള്ളയടയ്ക്കാനുള്ള എന്തെല്ലാമാണ് ഈ പിണറായി വിജയൻ വാരിക്കോരി കൊടുത്തത്. അതൊന്നും ഓർത്തില്ല ജനം. 3600 രൂപ പെൻഷൻ നൽകിയത് ഇലക്ഷന് തൊട്ട് മുമ്പാണ്. എന്നിട്ടും എന്താ ഉത്തമ ഈ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ ചെയ്തത്? നന്ദിയില്ലാത്ത വർഗങ്ങൾ. ചെറിയമ്മയുടെ കപടമായ സ്വാർത്ഥത്തിൻ്റെ തലവേദനയ്ക്ക് പുലിപ്പാല് കൊണ്ടുവന്ന് കൊടുത്ത അയ്യപ്പൻ പിണറായി വിജയൻ്റെ ഉന്മാദത്തിനുള്ള മരുന്നും അങ്ങ് കൊടുത്തു. മൂന്നാം വരവിനായി കൊതിച്ചിരിക്കുന്ന പിണറായി വിജയനെയും പാർട്ടിയെയും തെറുത്തു കെട്ടുന്ന ഫലമാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്തിനേറെ AKG സെൻറ്റർ കുടികൊള്ളുന്ന വാർഡിലും പാർട്ടി തോറ്റു. പാവങ്ങളുടെ പാർട്ടി ആകാശം തൊട്ട് നിൽക്കുന്നതിൻ്റെ കുശുമ്പാണ് ചുറ്റുമുള്ള ജനത്തിന്. അതല്ലേ അരിവാൾ ചുറ്റിക നിത്യവും കണി കണ്ടുണരുന്നവർ പോലും പാർട്ടിയെ നക്ഷത്രം എണ്ണിച്ചത്. മരുമോൻ റിയാസുക്ക കോഴിക്കോട്ട് മീൻചന്ത വാർഡിൽ കൊണ്ടുവന്ന് നിർത്തിയ മുസാഫർ അഹമ്മദും തോറ്റു തുന്നം പാടി. ജയിച്ചിരുന്നെങ്കിൽ മേയറാകേണ്ട മുതലാണ്. മരുമോനിക്കയോട് ഈ റീൽസിൽ കാണിക്കുന്ന സ്നേഹമൊന്നും നാട്ടിലെ ജനങ്ങൾ ബാലറ്റ് പേപ്പറിൽ കാണിക്കാറില്ല. പാർട്ടി ഗ്രാമമായ കണ്ണൂരിൽ പാർട്ടി മൂക്കും കുത്തി വീണു. ഉണ്ടംപൊരി ചിറ്റപ്പൻ മുതൽ ചെഞ്ചോര പൂങ്കതിരും ശുംബൻ സഖാവും വരെ വിളയാടുന്ന നാടാണ് അതെന്നോർക്കണം. കർണനെ പോലെ കണ്ണൂരെ പാർട്ടിയെ നയിക്കുന്ന KKR കവചത്തിൻ്റെ വാർഡിലാണ് പാർട്ടി തോറ്റത്. ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ പാർട്ടി തോറ്റാൽ അതിൻ്റെ അർത്ഥം കാൽക്കീഴിലെ മണ്ണൊലിച്ചു എന്നല്ലേ രാകേഷ് സഖാവേ? ലോകാരാധ്യയായ ഞങ്ങളുടെ കുഞ്ഞു മേറൂട്ടിയുടെ തല കണ്ടാൽ തലസ്ഥാനം കയ്യിൽ നിന്ന് പോകുമെന്നറിയാവുന്ന പാർട്ടി ആ തല ഒളിപ്പിച്ചു വെച്ചിട്ടും ആ ഓർമ്മകൾ പോലും ജനത്തെ ക്രൂരമായി വേട്ടയാടി. അതിൻ്റെ ഫലമാണ് തലസ്ഥാനത്ത് തല പോയ പാർട്ടിയുടെ അവസ്ഥ. മേറൂട്ടി തോൽപ്പിക്കാൻ ശ്രമിച്ച UDF-ലെ വൈഷ്ണ സുരേഷ് വമ്പൻ വിജയം നേടി. മുട്ടടയിൽ സഖാക്കളുടെ മുട്ടറുത്തു. അവരുടെ വോട്ട് വെട്ടാൻ ഈ മേയർ കള്ളക്കളി കളിച്ചപ്പോൾ നീതിപീഠമാണ് തുണയായത്. ചിന്താ ജെറോം ഓരോ തവണ വായ തുറന്നപ്പോഴും കൊല്ലത്ത് ഓരോ വാർഡ് വീതം പാർട്ടിക്ക് നഷ്ടമായി. 25 കൊല്ലം കൊണ്ട് കൊല്ലത്തെ കക്ഷത്തിൽ വെച്ച പാർട്ടിയാണ് CPM. ചുടുചേമ്പ് വായിലിട്ട അവസ്ഥയിൽ AKG സെൻറ്ററിൽ കഴിയുകയാണ് ഇപ്പോൾ ഗോവിന്ദൻ. വൈകിട്ട് ഇറങ്ങി വന്നിട്ട് പറയും കോൺഗ്രസും BJP-യും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നുവെന്ന്. തീവ്രവാദ സംഘടനകൾ കോൺഗ്രസിന് ഒപ്പം നിന്നതിൻ്റെ ഫലമാണ് ഈ ജയം. അഹങ്കാരികൾക്ക് ചുട്ട മറുപടി കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറി. പാലക്കാട്ട് UDF വിട്ട് LDF-ആയ AB ഗോപിനാഥനെ ജനം എടുത്തു മലർത്തി അടിച്ചു. മുകേഷിൻ്റെ പീഡനത്തിന് തീവ്രത കുറവായിരുന്നുവെന്ന് പറഞ്ഞ് മഹാ അശ്ലീലമായി മാറിയ ലസിത നായരെന്ന CPM സഖാത്തിയെ പന്തളം നഗരസഭയിലെ 8ാം വാർഡുകാർ ചൂലെടുത്ത് തല്ലി തോൽപ്പിച്ചു കളഞ്ഞു. ഇനി അമ്മായിക്കൊരു കോണിലിരുന്ന് തീവ്രത അളക്കാം. മുകേഷിൻ്റെയും രാഹുലിൻ്റെയും തീവ്രതയളന്ന ഈ ചേച്ചിയുടെ തീവ്രത നാട്ടുകാരും അങ്ങ് അളന്നുകൊടുത്തു. കശുവണ്ടിയുടെ നാടായ കൊല്ലത്ത് പാർട്ടി അണ്ടിക്കൊള്ള നടത്തിയവൻ്റെ കൂടെ നിന്നപ്പോൾ മേയറും തോറ്റു, മുൻ മേയറും തോറ്റു. ഇരട്ടപ്രഹരമെന്ന് പറഞ്ഞാൽ പോരാ, ഇടതിനെ കുഴിച്ചു മൂടിയെന്ന് തന്നെ പറയണം കൊല്ലത്തുകാർ. സത്യത്തിൽ ഈ പിണറായി വിജയൻ ഇനി ആരുടെ വായിൽ നോക്കി ഇരിക്കുകയാണ് വീണ്ടും വരാൻ? നമുക്ക് പൗരപ്രമുഖരെ വിളിച്ച് ഒരു ഊട്ടുകൂടി കൊടുത്താലോ?
എല്ലായിടത്തും ഒന്നുകൂടി ചുറ്റിയടിക്കണ്ടേ കുടുംബത്തെയും കൂട്ടി? വിതുരര് പണ്ട് കാട്ടിലേക്ക് പോയ പോലെ വായിൽ ഒരു മരക്കഷ്ണമൊക്കെ തിരികെ മിണ്ടാതെ കണ്ണൂരിലേക്ക് പോകുന്നതാണ് ഉത്തമം. ക്ലിഫ് ഹൗസിലെ മച്ചിൻ്റെ മുകളിലിരിക്കുന്ന മരപ്പെട്ടി വരെ ചിരിക്കുകയാണ് നിങ്ങളെ നോക്കി. ഇനി വല്ല മോഹവും ബാക്കിയുണ്ടെങ്കിൽ ഖജനാവിൻ്റെ ഇടത്തെ കോണിക്ക് പ്ലാവിലെടുത്ത് വടിച്ചു കോരാൻ കുറച്ച് കാശുകൂടി കിടപ്പുണ്ട്. അതെടുത്ത് ചെലവാക്കിക്കൊള്ളണം. കണിച്ചുകുളങ്ങരയിലെ ഒരു വിധിയാണ് രസകരം. നടേശനെ സുഖിപ്പിക്കാൻ വേണ്ടി LDF മാറ്റിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി പോലും തോറ്റു തുന്നം പാടി. നടേശ വിരുദ്ധൻ അവിടെ ജയിച്ചു. ഇന്ന് സന്ധ്യയ്ക്കിറങ്ങി മാക്രി കരയും പോലെ UDFനെ നോക്കി നടേശൻ പറയും, കോൺഗ്രസ് കൂടുതൽ ശ്രദ്ധിച്ചാൽ അടുത്ത ഭരണം പ്രതീക്ഷിക്കാം. ജാതിപ്രാന്തനായി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി എഴുന്നള്ളിച്ച് പിണറായി വിജയൻ പമ്പയിൽ കൊണ്ടിറക്കി അന്ന് തുടങ്ങിയതാണ് ഈ പാർട്ടിയുടെ കഷ്ടകാലം. കേരളം ജനശത്രുവായി പ്രഖ്യാപിച്ച പിണറായി വിജയൻ ഇന്നെങ്കിലും നിലക്കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്ന് ഒന്ന് നോക്കണം. കൊമ്പും കോമ്പല്ലും ദംഷ്ട്രയും കണ്ണാടിയിൽ തെളിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കപട വിപ്ലവകാരിയായി നിങ്ങളോട് കണ്ണാടി പോലും വ്യാജം പ്രവർത്തിക്കുന്നു എന്നാണ്.